പ്രണയം ഒരു മയക്കുമരുന്നാണ്. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും പിന്നീട് നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. പ്രണയത്തിലെ ചതികൾ, പ്രണയം പകരുന്ന വേദന, ഇങ്ങനെ ഒരുപാട് കവികളും ചിന്തകരുമൊക്കെ പറഞ്ഞു പഠിപ്പിച്ച പാഠങ്ങളൊക്കെ അതിൻ്റെ വൈകാരിക തലങ്ങളിൽ നിന്ന് അവർ കണ്ട ഭാവനകളോ ചില അനുഭവങ്ങളോ ആയിരുന്നു. അതിനൊക്കെ മുകളിൽ പ്രണയത്തിൻ്റെ പുഞ്ചിരിയിൽ വഞ്ചനയൊളിപ്പിച്ച സമാനതകളില്ലാത്ത കേരളത്തിലെ ഈ കഥ ആ കവികളെയും ചിന്തകരെയും പോലും ഞെട്ടിക്കും. കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു കൊലപാതകം, പതിവുകൾ തെറ്റിച്ച പദ്ധതി, കേട്ടുകേൾവിയില്ലാത്ത കാരണം, പ്രണയം, വിശ്വാസം, ഈ വാക്കുകൾക്കൊക്കെ പുതിയ വ്യാഖ്യാനം ചമച്ച ഒരു കൊലയാളി. ഈ കഥ നടക്കുന്നത് കേരളത്തിന്റെ തെക്കേയറ്റം തലസ്ഥാന ജില്ലയും കടന്ന് ഒരു സാധാരണ ഗ്രാമത്തിലാണ്. ആരെയും കൂസാത്ത തമിഴ്നാട് കേരള അതിർത്തിയിലെ രാമവർമ്മൻചിറയിലുള്ള ഒരു വീട്ടിലാണ് മരണത്തിന്റെ വിത്ത് പാകി അവൾ അയാളെ യാത്രയാക്കിയത്. കുറ്റവും ശിക്ഷയും തുടങ്ങുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഷാരോൺ എന്ന ചെറുപ്പക്കാരന്റെ മരണം. ആന്തരികാവയവങ്ങൾ പലതും തകരാറിലായിരുന്നു. നീണ്ട 11 ദിവസത്തെ ചികിത്സ ഫലിക്കാതെ വന്നതോടെയാണ് ഷാരോൺ മരിച്ചത്. ഒക്ടോബർ 25 നീണ്ട 11 ദിവസത്തെ ചികിത്സയ്ക്കൊടുവിലാണ് ഷാരോൺ മരിച്ചത്. പേര് ഷാരോൺ രാജ്, വീട്ടുപേര് JP ഹൗസ്, സ്ഥലം കൊടവിളാകം, മുര്യങ്കര, പാറശാല, തിരുവനന്തപുരം ജില്ല. ആശുപത്രിയിൽ എത്തിക്കുന്നതിനു മുൻപ് തന്നെ ഷാരോണിന്റെ ആരോഗ്യനില തകരാറിലായതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. തന്റെ കാമുകി നൽകിയ ഒരു കഷായം കുടിച്ച ശേഷമാണ് തനിക്ക് ഛർദിൽ തുടങ്ങിയതെന്ന് ഷാരോൺ തന്നെ അച്ഛനോട് പറഞ്ഞിരുന്നു. ഷാരോണിന്റെ അടുത്ത സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ, സഹോദരന് തോന്നിയ ചില സംശയങ്ങൾ എല്ലാം അതൊരു അസ്വാഭാവിക അവശതയാണെന്നതിന്റെ സൂചനകളായിരുന്നു. 2022 ഒക്ടോബർ 26 ഷാരോൺ രാജ് മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം. ആശങ്കകൾ, സംശയങ്ങളെല്ലാം പേപ്പറിലാക്കി കുടുംബം പാറശാല പോലീസിൽ പരാതി നൽകി. ഗ്രീഷ്മ എന്ന പെൺകുട്ടി നൽകിയ കഷായം കുടിച്ചാണ് തന്റെ മകൻ മരിച്ചതെന്ന് പരാതിയിൽ കുടുംബം ചൂണ്ടിക്കാട്ടി. പോലീസിന് അതുപക്ഷെ പതിവ് പോലെ ഒരു പരാതി മാത്രമായിരുന്നു. ആശുപത്രിയിൽ നിന്നും അസ്വാഭാവികത കാണിച്ചുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. പരാതി വായിച്ച പോലീസ് ആദ്യം അതത്ര കാര്യമായി എടുത്തില്ല. എങ്കിലും പേരിനൊരു അന്വേഷണം. കുടുംബത്തെ നിരാശപ്പെടുത്തി മറുപടിയെത്തി. സംശയമില്ല, പരാതി മടക്കി. മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അവശനായി ആശുപത്രിയിലെത്തിയ ഷാരോണിന്റെ ഛർദിലിൽ നീല കലർന്ന പച്ച നിറമുണ്ടായിരുന്നുവെന്നായിരുന്നു ആ റിപ്പോർട്ട്. ബന്ധുക്കൾ ഇത് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി. കാര്യം രേഖപ്പെടുത്തണം. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ലെനി തോമസ് ആശുപത്രിയിലെത്തി. ഷാരോണിനെ കണ്ടു. അപ്പോൾ അവശനായിരുന്നു ഷാരോൺ. മരണത്തോട് മുഖാമുഖം. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായും ബോധമുണ്ടായിരുന്നു. വേദനയിൽ പുളയുമ്പോഴും അയാൾ മൊഴി നൽകി.
ഒരു കഷായം കുടിച്ചു. അതിനുശേഷമാണ് ഛർദിലും അവശതയും ഉണ്ടായത്. അത് തന്റെ കാമുകി ഒരു അസുഖത്തിന് കഴിക്കുന്നതാണ്. അവൾ തന്നപ്പോൾ കുടിച്ചു. അന്ന് ആ മൊഴിയിൽ ഒരു കാര്യം കൂടി ഷാരോൺ കൂട്ടിച്ചേർത്തു. തന്റെ പ്രിയതമയെ, തന്റെ പ്രണയത്തെ ചേർത്തു പിടിച്ച് തന്റെ വിശ്വാസം കൂടി അയാൾ ആ മൊഴിയിൽ ചേർത്തു. തനിക്ക് എന്തെങ്കിലും തന്ന് അവൾ എന്നെ അപായപ്പെടുത്തില്ല. ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് താൻ കരുതുന്നില്ല. ഉറപ്പിച്ചു തന്നെ പറഞ്ഞു ഷാരോൺ. മാജിസ്ട്രേറ്റിനോട് ഷാരോൺ നൽകിയ മൊഴിയിലും സുഹൃത്തിനോടും അച്ഛനോടും സഹോദരനോടും പറഞ്ഞ കാര്യങ്ങളിലും ആകെയുള്ളത് ഒന്നു മാത്രമാണ്: താൻ ഗ്രീഷ്മ തന്ന കഷായം കുടിച്ചു, അതിന്റെ കയ്പ് മാറാൻ അല്പം ജ്യൂസും. എന്നാൽ അതാണ് മരണകാരണം എന്നുറപ്പിക്കാൻ കഴിയുന്ന ഒന്നും ആ മൊഴികളിലില്ല. മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ടവൾ തന്നെ അപായപ്പെടുത്തില്ല എന്ന ഷാരോണിന്റെ ഉറപ്പുള്ള വാചകവും കൂടിയായപ്പോൾ സംഭവത്തിൽ അസ്വാഭാവികതയില്ല എന്ന് തന്നെ ഫയൽ മടങ്ങി. പക്ഷേ ഒരു കുറ്റമുണ്ടെങ്കിൽ, ഒരു പാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയുക തന്നെ വേണം. ഷാരോണിന്റെ ജീവൻ ആരെങ്കിലും ഇല്ലാതാക്കിയതാണെങ്കിൽ അവന് നീതി കിട്ടുക തന്നെ വേണം. ഷിമോൺ രാജിന് ഊണിലും ഉറക്കത്തിലും മറ്റൊരു ചിന്തയും ഉണ്ടായില്ല. ഷിമോൺ രാജ്, മരിച്ച ഷാരോൺ രാജിന്റെ സഹോദരൻ, ആയുർവേദ ഡോക്ടർ. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഷാരോൺ രാജിന്റെ രോഗലക്ഷണങ്ങളിൽ ഷിമോണിന് സംശയം തോന്നി. തൊണ്ട മുതൽ താഴോട്ട് പൂർണ്ണമായും കരിഞ്ഞതുപോലെയുള്ള അവസ്ഥയിലായിരുന്നു ഷാരോൺ. ഇത് വിഷം ഉള്ളിൽ ചെല്ലുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണെന്ന് ഷിമോണിന് മനസ്സിലായി. പാരക്യൂട്ട് പോലുള്ള വിഷം ഉള്ളിൽ ചെല്ലുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാവുന്നതെന്നും ഷിമോണിനറിയാം. ഡോക്ടർമാരോടും സംശയം പങ്കുവച്ചു. ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്: ഷാരോൺ മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ സംശയമുണ്ടെങ്കിൽ വിഷാംശം എന്തുകൊണ്ട് പരിശോധനയിൽ കണ്ടെത്തിയില്ല എന്നതാണ്. കഷായം കുടിച്ചതും വിഷപരിശോധനയും എന്തുകൊണ്ട് നടന്നില്ല? സഹോദരൻ ഷിമോൺ ആയുർവേദ ഡോക്ടറല്ലേ? എന്നിട്ടും കഷായത്തെക്കുറിച്ച് എന്തുകൊണ്ട് നേരത്തെ ചിന്തിച്ചില്ല? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഷാരോൺ രാജ് എന്ന ചെറുപ്പക്കാരൻ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ ദിവസത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി യാത്ര ചെയ്യണം. ഒക്ടോബർ 14 അന്നാണ് ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ പോകുന്നത്. ഒരു സുഹൃത്തും ഒപ്പമുണ്ടായിരുന്നു. അവിടെ നിന്നും മടങ്ങിയ ഷാരോൺ ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടെ വീട്ടിലെത്തി. ശാരീരിക അവശതയുണ്ടെന്ന് പറഞ്ഞ മുറിയിലേക്ക് പോയി. വഴിനീളെ ഛർദ്ദിച്ചാണ് വന്നത്. വീട്ടിലെത്തി കിടന്നിട്ടും ഛർദിൽ തുടർന്നതോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ കാര്യവും കഷായവും ജ്യൂസും കുടിച്ച കാര്യവും പുറത്തു പറയരുതെന്ന് സുഹൃത്തിനോട് പറഞ്ഞ ഷാരോൺ വീട്ടുകാരിൽ നിന്നും എല്ലാം മറച്ചുവെച്ചു. എന്നാൽ ശാരീരികമായി താൻ ഓരോ ദിവസവും തളരുന്നത് അവൻ തിരിച്ചറിഞ്ഞു. ഗ്രീഷ്മ തന്നെ ചതിച്ചതാണോ? ആശങ്കയിൽ ഒരു ദിവസം ആശുപത്രി കിടക്കയിൽ അവൻ അച്ഛനോട് കാര്യം തുറന്നു പറയാൻ തീരുമാനിച്ചു. 2022 ഒക്ടോബർ 22. ഒക്ടോബർ 14 ആശുപത്രിയിലെത്തിയ ഷാരോൺ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഒക്ടോബർ 22 മാത്രമാണ്. അപ്പോഴേക്കും ഉള്ളിലായ കഷായത്തിന്റെയും ജ്യൂസിന്റെയും അംശങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് പോയിക്കഴിഞ്ഞിരുന്നു. ഗ്രീഷ്മ നൽകിയ കഷായം എന്താണ്? അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കഷായം കഴിച്ചാൽ ഒരിക്കലും മരിക്കില്ല എന്ന് ആയുർവേദ ഡോക്ടറായ ഷിമോണിന് ഉറപ്പായിരുന്നു. പിന്നെ എന്തായിരിക്കും അത്? എന്തായാലും അറിയണം.
ആകെയുള്ള വഴി ഗ്രീഷ്മയോട് ചോദിക്കുക മാത്രമാണ്. ഷിമോണും ബന്ധുവായ സജിനും നിരവധി തവണ ഗ്രീഷ്മയെ വിളിച്ചു. കോകിലാക്ഷം കഷായമാണ് കൊടുത്തതെന്ന് ഗ്രീഷ്മ. കഷായക്കുപ്പിയുടെ ചിത്രം ചോദിച്ചു. ഒരു പടം ഗ്രീഷ്മ അയച്ചു കൊടുത്തു. അത് ഇന്റർനെറ്റിൽ നിന്നും അപ്പോൾ ഡൗൺലോഡ് ചെയ്തതാണെന്ന് ഷിമോണിന് മനസ്സിലായി. മാത്രമല്ല, അത് കോകിലാക്ഷം കഷായത്തിന്റെ കുപ്പിയായിരുന്നില്ല. എത്ര അമിത അളവിൽ കഴിച്ചാലും കോകിലാക്ഷം കഷായം മരണമുണ്ടാക്കില്ല. സംശയങ്ങളും ആശങ്കകളും അവസാനിക്കുന്നതിനു മുൻപ് ഷാരോൺ രാജ് മരണത്തിന് കീഴടങ്ങി. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന ചെറുപ്പക്കാരനെ കൊന്നുതള്ളാൻ ഗ്രീഷ്മ നടത്തിയ ആസൂത്രണങ്ങൾ എന്തായിരുന്നു? പറഞ്ഞ സത്യങ്ങളിലെ നിജസ്ഥിതി എന്തായിരുന്നു? പോലീസിന് മുന്നിൽ 3 കാര്യങ്ങളുണ്ടായിരുന്നു. 1, ചികിത്സിച്ച ഡോക്ടേഴ്സിന്റെ സംശയങ്ങൾ. 2, ഷാരോൺ കോടതിക്ക് നൽകിയ മരണമൊഴി. 3, കഷായം സംബന്ധിച്ച ഗ്രീഷ്മയുടെ മൊഴികളിലെ വൈരുദ്ധ്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതോടെ അന്വേഷിക്കണം എന്ന കാര്യത്തിൽ പോലീസിന് 2 അഭിപ്രായം ഉണ്ടായില്ല. സംഭവ ദിവസം ഷാരോൺ തന്റെ സുഹൃത്തിനൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അങ്ങനെ അക്കാര്യം ഉറപ്പിച്ചു. ഷാരോൺ രാജിന്റെ ആന്തരിക അവയവങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, തകരാറുകളൊക്കെ അസാധാരണമായിരുന്നു. ഒരുതരം കീടനാശിനി, അതായത് പാരക്വേറ്റ് ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണതെന്ന് ഡോക്ടർമാർ മൊഴി നൽകി. ഈ സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തുന്നത്. അതിൽ വിഷാംശം കണ്ടെത്താനായില്ല. എന്നാൽ എല്ലാ ലക്ഷണങ്ങളും വിഷബാധയെ സ്ഥിരീകരിക്കുന്നതായിരുന്നു. പോലീസ് ഈ കേസിലേക്ക് യഥാർത്ഥത്തിൽ ഇറങ്ങുന്നത് ഒരു കൃത്യമായ സൂചന ലഭിക്കുമ്പോഴാണ്. അത് ഷാരോൺ രാജിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച ഒരു വീഡിയോയാണ്. ഈ വീഡിയോയെ അന്വേഷണ ഉദ്യോഗസ്ഥർ ദൈവം നൽകിയ തെളിവ് എന്നാണ് വിശേഷിപ്പിച്ചത്. വീഡിയോയിൽ ഗ്രീഷ്മ 2 ജ്യൂസ് കുപ്പികൾ കൈവശം വച്ചിരിക്കുന്നതും ഒരു ചലഞ്ച് എന്ന പേരിൽ ഷാരോണിനോട് ജ്യൂസ് കുടിക്കാൻ പറയുന്നതും കാണാം. അത് പിന്നെ ജയിക്കുന്ന ആള് പറഞ്ഞ ജ്യൂസ് കുടിക്കാൻ ശ്രമിക്കുന്ന ഷാരോണിന് അതിന് സാധിച്ചില്ല. കടുത്ത കയ്പായിരുന്നു കാരണം. താനിത് റെക്കോർഡ് ചെയ്യുകയാണെന്ന് ഷാരോൺ പറയുന്നുണ്ട്. ഗ്രീഷ്മയുടെ എതിർപ്പ് അവഗണിച്ചാണ് ഷാരോൺ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഈ ജ്യൂസ് ചലഞ്ച് ഒരു ട്രയലായിരുന്നു. അതിലും കയ്പുണ്ടായത് എന്തുകൊണ്ടായിരിക്കും? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ജ്യൂസ് ആയതുകൊണ്ടാണെന്ന് ഗ്രീഷ്മ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് ഈ കയ്പെന്ന പോയിന്റിൽ തറച്ചു നിന്നു. കഷായത്തിൽ ഷാരോണിനുണ്ടായ കടുത്ത കയ്പ് ഈ ട്രയൽ ചലഞ്ചിലുണ്ടായ കയ്പുമായി ബന്ധമുണ്ടോ? പോലീസ് ഉറപ്പിച്ചു. അന്വേഷണത്തിൽ ഇനി പിന്നോട്ടില്ല. ഗ്രീഷ്മയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തു. 2022 ഒക്ടോബർ 30. അന്ന് 2 നിർണായക വഴിത്തിരിവുകൾ ഈ കേസിലുണ്ടായി. ഒന്ന്, കേസ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 2, ക്രൈംബ്രാഞ്ച് ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഗ്രീഷ്മയുടെ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. നിർണായകമായ പല വിവരങ്ങളും ഇതിനിടെ വാർത്തകളായി പുറത്തുവന്നു. ചോദ്യം ചെയ്യൽ നീണ്ടുപോയി. ഒടുവിൽ 10 മണിക്കൂർ പിന്നിടുമ്പോൾ ഗ്രീഷ്മ സത്യങ്ങൾ ഒന്നൊന്നായി സമ്മതിച്ചു. ഗ്രീഷ്മ കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുന്നു. കേരളം അതിനു മുമ്പൊരിക്കലും കേൾക്കാത്ത കൊടും ക്രൂരതയുടെ ഏറ്റുപറച്ചിൽ. അത് കേട്ട് പോലീസും നാടും നടുങ്ങി. എന്താണ് ഗ്രീഷ്മ പറഞ്ഞ ആ സത്യങ്ങൾ? മരണത്തിലേക്കാണെന്ന് ഉറപ്പിക്കുമ്പോഴും അവൾ ചതിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഷാരോണിന്റെ വാക്കുകൾ ശരിയാണോ? അതോ അവൻ അറിയാമായിരുന്നു
അവൾ പ്രേമത്തിന്റെ ലഹരിയിൽ ചേർത്ത് നൽകിയത് വിഷമായിരുന്നുവെന്ന്. അത് ലോകം നടുങ്ങിയ നിമിഷങ്ങൾ, പ്രണയത്തിന്റെ എല്ലാ വ്യാകരണങ്ങളെയും മാറ്റിയെഴുതിയ സംഭവങ്ങളുടെ വിവരണം. പിണക്കമായിരുന്നു ഇരുവരും. ഗ്രീഷ്മയ്ക്ക് വന്ന ഒരു വിവാഹാലോചനയും ഏതാണ്ട് ഉറപ്പിക്കലുമൊക്കെ അവനെ അസ്വസ്ഥമാക്കിയ ദിവസങ്ങൾ. ഒരു രാത്രി ഏറെ വൈകിയും ഫോണിലൂടെ ഇരുവരും ഒരിക്കൽ കൂടി ഹൃദയം തുറന്നു. പിണക്കം മറന്ന പ്രണയത്തിലേക്ക്. പ്രണയവർത്തമാനം ലൈംഗികതയിലേക്ക് ചുവടുമാറി. ചാറ്റും ഫോണുമൊക്കെയായി പിന്നെയും അത് അതിർത്തികൾ താണ്ടി. അക്ഷരവും ശബ്ദവും തീർത്ത വൈകാരിക സമ്മർദ്ദത്തിൽ അവൻ ഉരുകുമ്പോൾ ഒടുവിൽ ഒരൊറ്റ വാക്കിൽ അവൾ അവനെ വീട്ടിലേക്ക് വിളിച്ചു. 2022 ഒക്ടോബർ 13 രാത്രി ചാറ്റിൽ അവൾ കുറിച്ചു: നാളെ വീട്ടിലാരുമില്ല, അമ്മ കല്യാണത്തിനായി പോകുന്നു, 10:30 ആകുമ്പോൾ വീട്ടിലേക്കെത്തണം. 2022 ഒക്ടോബർ 14 രാവിലെ 10:30 ഷാരോൺ സുഹൃത്തിനൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്കെത്തി. 1 മണിക്കൂറാണ് ഷാരോൺ അവിടെ ചെലവഴിച്ചത്. വിഷം കലർന്ന കഷായവും ജ്യൂസും ഷാരോണിന് ഗ്രീഷ്മ നൽകിയത് ഈ സമയത്താണ്. എന്തായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം? ഷാരോണിനെ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നത് എന്തിന്? 2022 മാർച്ച് 4 അന്നായിരുന്നു ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം. പട്ടാളത്തിൽ ജോലിയുള്ള വരൻ. വിവാഹ നിശ്ചയം നടത്തിയതിനെ തുടർന്ന് ഷാരോണുമായി പിണങ്ങി. എന്നാൽ 2022 മെയ് മുതൽ ഗ്രീഷ്മ തന്നെ മുൻകൈയെടുത്ത് വീണ്ടും ഷാരോണുമായി അടുപ്പത്തിലായി. അത് അവനെ ഇല്ലാതാക്കാനുള്ള പ്ലാനിങ്ങിന്റെ ആദ്യപടിയായിരുന്നു. 2021 ഒക്ടോബർ ഒരേ ബസ്സിലായിരുന്നു ഇരുവരും പഠിക്കാൻ പോയിരുന്നത്. യാത്രക്കിടയിലെ കാഴ്ചകൾ പ്രണയത്തിലേക്ക് വഴിമാറി. 2021 നവംബറിൽ തന്നെ ഇരുവരും താലിച്ചരട് കൊണ്ട് കല്യാണം കഴിച്ചു. ആദ്യം ഷാരോണിന്റെ വീട്ടിൽ വെച്ച്, പിന്നെ വെട്ടുകാട് പള്ളിയിൽ വെച്ച്. താലികെട്ടും കല്യാണവും മാത്രമല്ല, മധുവിധുവും ആഘോഷിച്ചു. അത് തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടായിരുന്നു. ഒടുവിൽ പട്ടാളക്കാരൻ വരനായി വന്നതോടെ ഗ്രീഷ്മ മലക്കം മറിഞ്ഞു. ആളെ പിണക്കാൻ എളുപ്പമാണ്. പക്ഷേ ഷാരോണിന്റെ കയ്യിൽ തന്നെ, തന്റെ കുടുംബജീവിതത്തെ തന്നെ തകർക്കാൻ പോകുന്ന പലതുമുണ്ട്. ചിത്രങ്ങൾ, വീഡിയോ, താലികെട്ട്, ആദ്യ രാത്രി. ഗ്രീഷ്മയ്ക്ക് തലകറങ്ങി. ഇതത്ര എളുപ്പമല്ല. വിവാഹം അടുത്തു വരുന്നു. പ്രശ്നത്തിന് പരിഹാരം വേഗം വേണം. ഒറ്റമൂലി ഒന്നേ ഉള്ളൂ: ആളെ ഇല്ലാതാക്കണം. ഓഗസ്റ്റ് 22 കുറെ ഡോളോ ഗുളികകൾ ഗ്രീഷ്മ വീട്ടിൽ വെച്ച് പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ബാഗിൽ സൂക്ഷിച്ചു. തിരുവിതാംകോട് നിന്ന് 2 ജ്യൂസ് ബോട്ടിലുകളും വാങ്ങി. ഷാരോണിന്റെ കോളേജിലേക്കാണ് നേരെ പോയത്. ഗുളികകൾ ചേർത്ത ലായനി ജ്യൂസ് കുപ്പിയിലേക്ക് പകർന്നു. കഴിച്ചിട്ട് കുടിക്കാൻ കഴിയാതെ ആ ചലഞ്ച് പൊളിഞ്ഞതോടെ അതവിടെ ഉപേക്ഷിച്ചു. നവംബറിൽ ഒപ്പം ഇറങ്ങി വരാമെന്ന് ഇതിനിടെ ഷാരോണിന് ഗ്രീഷ്മ വാക്കുകൊടുത്തു. നവംബർ ആകാറായി. ഇനി വൈകിക്കരുത്. ഷാരോൺ വീട്ടിലേക്ക് ഒരു സംശയവും കൂടാതെ വരണം. അതിനായാണ് ലൈംഗിക കാര്യങ്ങൾ പറഞ്ഞ് ചാറ്റ് ചെയ്ത് വശത്താക്കാൻ പ്ലാനിട്ടത്. ഒടുവിൽ ആ ദിവസം 2022 ഒക്ടോബർ 14 അന്നവൾ പ്രണയത്തിനും വിശ്വാസത്തിനും പുതിയ വ്യാഖ്യാനം നൽകി. നീണ്ട 8 മാസങ്ങളുടെ പ്ലാനിംഗ്, 1-ലേറെ കൊലപാതക ശ്രമങ്ങൾ, ട്രയൽ, ഇന്റർനെറ്റിൽ നീണ്ട ഗവേഷണങ്ങൾ. പകയില്ല, വിദ്വേഷമില്ല, ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഒരു ജീവനെടുത്ത കൊടും ക്രൂരത. അന്വേഷണ വഴിയിൽ ചലഞ്ചിങ് ആയിരുന്നു ഈ കേസിലെ തെളിവ് ശേഖരണം. പോലീസ് എങ്ങനെയാണ് തെളിവുകൾ ഓരോന്നോരോന്നായി കണ്ടെത്തിയത്? കൊലപാതക ലക്ഷ്യം വ്യക്തമായി. കൊലപാതക രീതിയും ഊഹിച്ചതുപോലെ തന്നെ.
കളനാശിനി കലർത്തിയുള്ള വിഷപ്രയോഗം. ഗ്രീഷ്മയുടെ കുറ്റസമ്മതം കൊണ്ട് മാത്രമായില്ല, തെളിവുകളാണല്ലോ പ്രധാനം. അന്വേഷണം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക്. വിഷം കാപ്പിക് എന്ന കളനാശിനിയാണ്. പക്ഷെ പരിശോധനകളിൽ ഇത് വെളിയിൽ വരരുത്. കോപ്പർ സൾഫേറ്റ് സാന്നിധ്യമില്ലാത്ത കളനാശിനിയാണ് കാപ്പിക്. അതിൽ ഒരു ആയുർവേദ കൂട്ട്. ഷഡാംഗപാനീയം കഷായപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ചാണ് ആ കഷായമുണ്ടാക്കിയത്. അതിലേക്ക് കീടനാശിനി കലർത്തി. ഒരു ദിവസം കൊണ്ട് കീടനാശിനിയുടെ അംശം പോലുമില്ലാത്ത വിധം അപ്രത്യക്ഷമാകുമെന്നും സാവധാനം അയാൾ മരിക്കുമെന്നും അവൾ പഠിച്ചു വച്ചിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു ഗ്രീഷ്മ. ആ സാമർഥ്യത്തിൽ ഇന്റർനെറ്റ് പരതി ഗവേഷണം, സ്വയം വികസിപ്പിച്ച വിഷക്കൂട്ട്, ഒരു പ്രണയഹത്യയ്ക്ക് വേണ്ടി മാസങ്ങൾ നീണ്ടു നടത്തിയ സാമർഥ്യം പക്ഷേ തെളിവുകൾ ഒളിപ്പിക്കാൻ കാണിച്ചില്ല. വീടും പരിസരവും അരിച്ചുപറക്കിയ പോലീസ് തെളിവുകൾ കണ്ടെടുത്തു. കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും ഈ വധത്തിൽ, ഈ ഗൂഢാലോചനയിൽ, എക്സിക്യൂഷനിൽ പങ്കുണ്ട്. പോലീസ് അന്വേഷണം ആ വഴിക്കായി. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കഷായത്തിന്റെ കുപ്പി ഉൾപ്പെടെയുള്ള തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നതിന് പോലീസ് പിടിയിലായി. കേസ് അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും തെളിവുകൾ മറച്ചുവെക്കാനും ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ശ്രമിച്ചു. ഒക്ടോബർ 31 അന്ന് ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിലുണ്ടായിരുന്ന അണുനാശിനി കുടിച്ച് ഗ്രീഷ്മ ജീവനൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ മരണം അവളെ ബാക്കി വച്ചു. ജനുവരി 2 നെയ്യാറ്റിങ്കര സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ജാമ്യാപേക്ഷ തള്ളി ജയിലിൽ തന്നെ തുടരുന്നതിനിടെ സഹതടവുകാരികളുടെ പരാതിയെ തുടർന്ന് ഗ്രീഷ്മയെ അട്ടക്കുളങ്ങരയിൽ നിന്ന് മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി. 2025 ജനുവരി 3 കേസിൽ അന്തിമവാദം പൂർത്തിയായി. 2025 ജനുവരി 17 ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി. തെളിവുകളുടെ അഭാവത്തിൽ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. 2025 ജനുവരി 20 മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കാമുകനെ വിഷക്കഷായം കൊടുത്തു കൊന്ന ഗ്രീഷ്മയ്ക്ക് ശിക്ഷ തൂക്കുമരം. പ്രതിക്ക് പ്രായം 24 വയസ്സേ ഉള്ളൂ. നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല. പഠിക്കാൻ സമർത്ഥയായിരുന്നു. പ്രതിക്ക് വേണ്ടിയുള്ള വാദങ്ങളൊന്നും കോടതി പക്ഷേ കണക്കിലെടുത്തില്ല. മരിച്ച ഷാരോണിന് പ്രായം 23 മാത്രമായിരുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവം. ആന്തരികാവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത്. ആളെ തട്ടിക്കൊണ്ടുപോകൽ, കൊല്ലാനായി വിഷം നൽകൽ, മനഃപൂർവമായ കൊലപാതകം, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ, അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക. ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞ കുറ്റങ്ങൾ മതിയായിരുന്നു തൂക്കുകയറിന്. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാമത്തെ സ്ത്രീ, തൂക്കുകയർ കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീ കുറ്റവാളി. ഗ്രീഷ്മയുടെ അമ്മാവനും 3-ാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. മകന് നീതി ഉറപ്പാകുന്നതിന് സാക്ഷിയായി അവർ കോടതിയിലെത്തി. ഷാരോൺ രാജിന്റെ പിതാവ്, മാതാവ്, സഹോദരൻ. നെയ്യാറ്റിങ്കര ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ തന്റെ 586 പേജുള്ള വിധിന്യായത്തിൽ ഇത്രയും കൂടി എഴുതി ചേർത്തു. പൈശാചിക മനസ്സായിരുന്നു ഗ്രീഷ്മയ്ക്ക്. ഗ്രീഷ്മ നടത്തിയത് കടുത്ത വിശ്വാസവഞ്ചനയാണ്. മരണക്കിടക്കയിൽ പോലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്ന് ഷാരോൺ ആഗ്രഹിച്ചു. പക്ഷേ കോടതിക്ക് നൽകാൻ മരണമല്ലാതെ മറ്റൊരു ശിക്ഷയുണ്ടായിരുന്നില്ല.
നിങ്ങൾ കൊല്ലുന്ന ഒരു കൊലപാതകയും വീണ്ടും കൊല്ലില്ല. വധശിക്ഷയെ നമുക്ക് അപൂർവമായി ചിലപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് നീതി കൊല്ലപ്പെട്ടവനും അവന്റെ കുടുംബത്തിനും കൂടി വേണ്ടതാകുമ്പോൾ. വധശിക്ഷ ചിലപ്പോൾ മനുഷ്യജീവന്റെ പരിശുദ്ധിക്കായുള്ള സമൂഹത്തിന്റെ അംഗീകാരമാണ്. എല്ലാ മനുഷ്യാവകാശങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് നാളെ മറ്റൊരു കേസുമായി കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.